വീട്ടിൽ പോകുന്നില്ലേ ഷാഹിലെ? ഈ ചോദ്യത്തിന് എനിക്ക് പോകാൻ വീടില്ല എന്ന കുട്ടിയുടെ മറുപടി ടീച്ചറുടെ ഹൃദയത്തിലാണ് തറച്ചത്. തലചായ്ക്കാൻ സ്വന്തമായി ഇടമില്ലാത്തതിനാൽ യത്തീംഖാനയിലും പള്ളി ദർസിലുമായി കഴിഞ്ഞിരുന്ന കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകി താൽക്കാലിക അധ്യാപിക നബീല. അന്നൊരു വെള്ളിയാഴ്ച ദിവസം മിക്ക കുട്ടികളും വീട്ടിലേക്ക് പോയി. സുഹൃത്തുക്കൾ വീടുകളിലേക്ക് പോകുന്നത് നോക്കിയിരുന്ന ഷാഹിലിനോട് വീട്ടിലേക്ക് പോകുന്നില്ലേ എന്ന നബീല ടീച്ചറുടെ ചോദ്യമാണ് കാര്യങ്ങൾ ഇവിടെ വരെ എത്തിച്ചത്. ഉപ്പ മരിച്ചതോടെ ഉമ്മയും പെങ്ങളും യത്തീംഖാനയിലും താൻ പള്ളി ദർസിലുമായി കഴിയുന്ന കാര്യം വേദനയോടെ ഷാഹിൽ തന്റെ ടീച്ചറോട് പറഞ്ഞു. എനിക്ക് പോകാൻ വീടില്ല എന്ന ഷഹീലിന്റെ വേദന അങ്ങനെ കേട്ടുമറക്കാൻ ടീച്ചർക്കുമായില്ല. പിന്നെ കണ്ടത് ടീച്ചറുടെ ഒറ്റയാൾ പോരാട്ടം. എല്ലാ കുട്ടികളും വെള്ളിയാഴ്ചകളിൽ അവരുടെ വീട്ടുകളിലേക്ക് പോകും. അപ്പോൾ ഈ ഷാഹിൽ മാത്രം പോകാതെ വെള്ളിയാഴ്ച വീട്ടിൽ പോണില്ലേന്ന് ചോദിച്ചു. ശനി ഞായറും അവധിയാണല്ലോ. അപ്പോൾ അവൻ പറഞ്ഞത് എനിക്ക് പോവാൻ ഞാൻ യത്തീംഖാനയിലാണ് ടീച്ചറേ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു നിന്റെ വാപ്പയെ ചോദിച്ചു. വാപ്പ മരിച്ചു എന്നും പറഞ്ഞു. തിരുവിഴാംകുന്ന് ALP സ്കൂളിലെ താൽക്കാലിക അധ്യാപികയാണ് നബീല ടീച്ചർ. ടീച്ചർ മുന്നിട്ടിറങ്ങിയതോടെ മുണ്ടൂർ യത്തീംഖാന അധികൃതർ വീട് വെക്കാനുള്ള സ്ഥലം സൗജന്യമായി നൽകി. വിവിധ കൂട്ടായ്മകളുടെ സഹായത്തോടെ തുക സമാഹരിച്ചു. തന്റെ വിദ്യാർത്ഥിയുടെ ഒരു വലിയ സ്വപ്നം യാഥാർത്ഥ്യമാക്കി നൽകാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ഇന്ന് ഈ ടീച്ചർ. ഇപ്പോൾ യത്തീംഖാനയിലും പള്ളി ദർസിലുമായി കഴിയുന്ന കുടുംബത്തിന് ഇനി ഒന്നിച്ച് താമസിക്കാം. അതാണ് ഏറ്റവും വലിയ സന്തോഷം. അങ്ങനെ സ്നേഹത്തണലിൽ ഇനി അവർ ഒരുമിക്കട്ടെ. രാജീവ് സുദേവിനൊപ്പം നിഖിൽ പ്രമേഷ്, 24 പാലക്കാട്.